ഇൻഫിനിക്സിൻ്റെ Y1 Plus എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പിൻ്റെ റിവ്യൂ. ആക്ച്വലി ഈ ഒരു ലാപ്ടോപ്പ് ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് അടി കൂടിയാണ് ഞാൻ ഒരു മാസമായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ടുള്ള വളരെ പക്കയായിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് 29,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് കിട്ടും. നിങ്ങളുടെ ഓഫീസ് പർപ്പസിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഒരുപാട് ഭയങ്കര ഹൈ എൻഡ് സ്പെക്ക് അല്ല, എന്നാൽ ഒരു മിനിമൽ സ്പെക്കുള്ള ഒരു ലാപ്ടോപ്പ് കിട്ടും. ഈ ലാപ്ടോപ്പ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് Y1 Plus എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതിനകത്ത് വരുന്ന സ്പെക്ക് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഓടിച്ചു പോകാം. ഒന്നാമത്തത് 15.6 ഇഞ്ചിൻ്റെ ഒരു കളർ റിച്ച് ആൻറ്റി ഗ്ലെയർ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 250 നിറ്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്തൊരു സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. ഭയങ്കര തിന്നായിട്ടുള്ള ബെസ്സിലാണ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് കാണാമല്ലോ, ഇതിനേക്കാളും ബെസ്സിൽ കുറഞ്ഞ ലാപ്ടോപ്പൊക്കെ മാർക്കറ്റിലുണ്ട്. പ്രൈസ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. 29,000 രൂപ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. രണ്ടാമത്തത്, ഇതിൻ്റെ അകത്ത് 50 Wh ആണ് ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. 45 വാട്ട്സിൻ്റെ ഒരു Type C ഫാസ്റ്റ് ചാർജിങ് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അലുമിനിയം അലോയ് മെറ്റൽ ബോഡി ആണെന്ന് അവർ പറയുന്നു. നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ട്, ഒരു Type C പോർട്ട്, അതുപോലെ തന്നെ 3.5 mm, പിന്നെ ഒരു Type A പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ HDMI Type A പോർട്ട്, പിന്നീട് നമ്മുടെ ചാർജിങ്ങും അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫറും പറ്റുന്ന Type C പോർട്ട്. ഇത്രയാണ് വരുന്നത്. ഇന്റൽ i3 10th Gen ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. 512 GB ഒരു NVMe SSDയും ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാ തരത്തിലും യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും ഈ ഒരു NVMe SSD ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ. പിന്നീട് നമുക്ക് വരുന്നത് വെച്ചാൽ ഒരു ബാക്ക് ലിറ്റഡ് കീബോർഡ്, അതായത് നമുക്ക് ഇരുട്ടൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള തരത്തിൽ ബാക്കിൽ നിന്ന് ലൈറ്റ് കത്തുന്ന തരത്തിലുള്ള കീബോർഡ്. പിന്നീട് നമുക്ക് ഒരു ഐസ്റ്റോംപ് കൂളിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി ഇതിനകത്തുണ്ട്. അതായത് നിങ്ങൾ ഓവറായിട്ടുള്ള ഇതിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സമയത്ത് ഹീറ്റിംഗ് എന്ന് വരാതെ കൺട്രോൾ ചെയ്ത് നിർത്തും എന്നുള്ളതാണ് സാരം. ഇതിൻ്റെ വെബ് ക്യാം നോക്കിക്കഴിഞ്ഞാൽ 2 MB ഒരു വെബ് ക്യാമും അതുപോലെ തന്നെ ഒരു ഡുവൽ ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നവർക്ക് സംഭവം കൊള്ളാം. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഞാൻ ഫോട്ടോഷോപ്പ്, പ്രീമിയർ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഇൻസ്റ്റാൾ ആയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫീസ് പർപ്പസിൽ മാത്രം, അതായത് ഓഫീസ് വർക്കുകൾ ചെയ്യാനും, ഇപ്പോൾ വേർഡ് എടുക്കാൻ, അല്ലെങ്കിൽ ഡോക്സ് എടുക്കാൻ, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ മെയിലുകൾ റെസ്പോണ്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള പർപ്പസിന് ഉറപ്പായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ വെബ് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടും ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങൾക്കും നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയെന്ന് വെച്ചാൽ വലിയൊരു സ്ക്രീനാണ് കേട്ടോ. അതായത് 15.6 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സൈസും അത്രത്തോളം വലുതാണ്. വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ട്, ഇച്ചിരി വെയിറ്റ് ഉണ്ട് ലാപ്ടോപ്പിന്. ഒരുപാട് എടുത്ത് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വെയിറ്റ് അല്ല, എന്നാൽ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ ഒരു ബാഗിൽ എടുത്തുകൊണ്ട് ഇട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് ബിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബിൽറ്റ് തന്നെയാണ്. നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ഇതിങ്ങനെ ബെൻഡായി പോകുന്നത് കാണാൻ പറ്റും. ഇത്രയും വലിപ്പം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബെൻഡിങ് വരുന്നത്. അതെനിക്ക് ആക്ച്വലി അത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ബെൻഡിങ് വരുന്നത്. എന്നാൽ ബിൽറ്റ് ക്വാളിറ്റി ഈ പ്രൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നമൊന്നുമില്ലടേ. അതായത് ഈ പ്രൈസ് നമ്മൾ നോക്കണമല്ലോ, 29,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തോന്ന് അലുമിനിയത്തിൽ നമുക്ക് ബിൽഡ് ചെയ്ത് തരാൻ പറ്റും. അത് വെച്ച് നോക്കുന്ന സമയത്ത് അടിപൊളി തന്നെയാണ്. പിന്നെ കീബോർഡിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം. കീബോർഡ് ഒരു ബാക്ക് ലിറ്റഡ് കീബോർഡ് ആണ് എന്നുണ്ടെങ്കിലും ടൈപ്പ് ചെയ്യാൻ അത്ര ആ ഒരു ഫീൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് നമ്മൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലുണ്ട്. ഒരു ലാപ്ടോപ്പ് കീബോർഡുകൾക്ക് ഒരു പ്രത്യേക ഫീലാണ്. ആ ഒരു സാധനം എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ കാര്യം നടക്കും. ആൻഡ് ബാക്ക് ലിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല റെസ്പോൺസീവാണ്. ഒരു തരത്തിലും ഈ കീസിൻ്റെ ലാഗോ അല്ലെങ്കിൽ ഇൻപുട്ട് ലാഗോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ട്രാക്ക് പാഡ് എന്തൊക്കെയോ വശമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കൊന്ന് ട്രാക്ക് പാഡിൻ്റെ കാലിബ്രേഷൻ നമ്മൾ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെറ്റ് ആവുമായിരിക്കും. നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ട്രാക്ക് പാഡ് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രീമിയം AG ഗ്ലാസ് ട്രാക്ക് പാഡ് ആണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് വലുതാക്കി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. മൊത്തത്തിലൊരു ലുക്ക് നമുക്ക് വേറെ കുറേ ലാപ്ടോപ്പുകളിലേക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ഞാൻ പറയാമല്ലോ, നിങ്ങൾക്ക് ഓഫീസിലെ പരിപാടി ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റാസ് മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസിലുള്ള ഡേറ്റ എൻട്രി, അല്ലെങ്കിൽ കോളുകൾ വിളിക്കുക, ലീഡുകൾ ജനറേറ്റ് ചെയ്യുക, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ദിസ് ലാപ്ടോപ്പ് ഈസ് മോർ ദാൻ എനഫ്. നിങ്ങൾ 29,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 29,000 രൂപയ്ക്കുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുണ്ട്.
ഒന്നിലും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാര്യം ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞതാണ്. എന്നാൽ ഇതിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ വാങ്ങുന്ന പ്രൈസിന് നമുക്കൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സെൽഫി ക്യാമറ കിട്ടും. ഇപ്പോൾ മറ്റ് പല ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ 50,000 രൂപയുള്ള ലാപ്ടോപ്പിലും വെബ് ക്യാം ഇല്ലാത്ത ലാപ്ടോപ്പുകളുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും അവരങ്ങ് കുറച്ചൊന്നും കളയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഫീച്ചർ, അതായത് പൊതുവെ മറ്റ് ബ്രാൻഡുകൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വെബ് ക്യാം എടുത്ത് കളയും, രണ്ടാമത് ബാക്ക് ലിറ്റഡ് കീബോർഡ് എടുത്ത് കളയും. ഇത് ബാക്ക് ലിറ്റഡ് കീബോർഡും കിട്ടുന്നുണ്ട്, വെബ് ക്യാമും കിട്ടുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇനി മൊത്തത്തിൽ യൂസ് ചെയ്ത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ലൈറ്റ് വേസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ, അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ, വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പക്ക സാധനം. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ പർപ്പസ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. പക്കയായിട്ടുള്ള സാധനമാണ്. എനിക്കത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് Y1+ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ സൗണ്ടിൻ്റെ കാര്യം, നല്ല സൗണ്ടുണ്ട്, നല്ല വോളിയം ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ എരപ്പുമുണ്ട്. എന്തോ ഒരു സാധനം കണ്ട് നിങ്ങൾക്ക് ഇടന്ന് ഇരയ്ക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ? നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല വോളിയം ഉണ്ട്, പക്ഷേ ഇവിടെ എന്തോ ഒരു വൈബ്രേഷൻ അതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു. അടുത്ത വീഡിയോ കാണാം. ബൈ.